ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഈസ്റ്റർ ആണ്, സൺഡേ അല്ലേ. അപ്പോൾ ഈസ്റ്റർ എന്നുള്ള വാക്കൊന്നും ബൈബിളിലുള്ള വാക്കുകളൊന്നുമല്ല. എന്നാലും ഈ ലോകത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ളവരെല്ലാം ഈസ്റ്റർ ആഘോഷിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ദൈവം, നമ്മുടെ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരി പാവമായി തീരുകയും നമ്മൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം അല്ലെ. അപ്പൊ നമുക്കറിയാം യേശുവിന്റെ മരണം കൊണ്ടാണ് നമുക്കൊരു ഇൻഹെറിറ്റൻസ് തന്നെ കിട്ടിയത് അല്ലെ. നമ്മൾക്ക് ജീവിതം ഉണ്ടായത് യേശുവിന്റെ മരണം കൊണ്ട്. ഒരിക്കലും നമ്മൾ മരണത്തിന്റെ റിലംസിലായിരുന്ന വ്യക്തികളായിരുന്നു നമ്മളെ. ഇന്ന് ആ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്നെല്ലാം വിടുവെച്ചുകൊണ്ട് പുതിയ ജീവൻ തന്നുകൊണ്ട് നമുക്കിന്ന് യേശുവിന്റെ ഒപ്പം ഹെവൻലി റിലംസിൽ നമുക്ക് സീറ്റ് തന്നിരിക്കുന്നു. യേശുവിലായിരിക്കും നമ്മൾ ബ്ലെസ്ഡ് ആയിരിക്കും. നമുക്കിന്ന് എന്താ പറയുക, ഫസ്റ്റ് പേറ്റിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇൻഹെറിറ്റൻസ്, അവകാശം തന്നെ തന്നിരിക്കുക അല്ലെ. ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതെല്ലാം സാധ്യമായത് യേശുവിന്റെ മരണം കൊണ്ടാണ് അല്ലെ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട്, അവന്റെ രക്തം കൊണ്ടാണ് അല്ലെ. അപ്പോൾ യേശുവിന്റെ രക്തമാണ് നമ്മുടെ വിലയെന്നൊന്ന് വിചാരിച്ചു നിൽക്കുന്നില്ല. എലോൺ മസ്കിനേക്കാളൊക്കെ വളരെയധികം വേർത്തുള്ള ആൾക്കാരാണ് നമ്മൾ. എലോൺ മസ്കിന് ബില്യൺസ് ആണ് മണിയെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ രക്തത്തിന് ആർക്കെങ്കിലും ഒരു മണിയിടാൻ പറ്റുമോ? അപ്പൊ അതാണ് നമ്മളുടെ വേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ മരണത്തെപ്പറ്റി, യേശുവിന്റെ മരണത്തെപ്പറ്റിയും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും കുറച്ചൊന്ന് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് മാത്രം അല്ലെ. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കുക. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ ലോകത്തിലേക്കുള്ള വരവിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. മനുഷ്യനായിട്ട്, ദൈവം മനുഷ്യനായിട്ട് വന്നു, മനുഷ്യരുടെ ഇടയിൽ കർത്താവ്, പാപികളായിരുന്ന മനുഷ്യരുടെ ഇടയിൽ കർത്താവ് ജീവിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരി പാവമായി തീരുകയും ചെയ്ത ദൈവമേ, നന്ദി പറയുന്നു കർത്താവ്. അങ്ങ് ചെയ്തതിനായിട്ട് എല്ലാത്തിനായിട്ട് നന്ദി പറയും. ഇന്നും പിതാവിന്റെ വലഭാഗത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ദൈവം അങ്ങ്. താങ്ക് യു ജീസസ്. ഇതൊന്നും ഞങ്ങൾ അർഹരല്ല കർത്താവ്. ഞങ്ങൾ ഒന്നും ചെയ്തുകൊണ്ടല്ല, ഞങ്ങൾ ചെയ്തു കൂട്ടി കുറച്ച് പാവം മാത്രമോ, പക്ഷെ എന്നാലും ഞങ്ങളെ സ്വീകരിച്ചിട്ട് നന്ദി പറയുന്നു പിതാവേ. നന്ദി പിതാവ്. ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ കർത്താവ്. അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ കർത്താവ്, അതനുസരിച്ച് ജീവിക്കട്ടെ പിതാവെ. അങ്ങേക്കായിട്ട്, അങ്ങയുടെ മകനായിട്ട്, അങ്ങയുടെ മകന്റെ സ്നേഹത്തിനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. മാർക്കോസിന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 31ാമത്തെ വാക്ക്. മാർക്കിന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 31ാമത്തെ വാക്ക് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അപ്പോ മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു. മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തന്നെപ്പറ്റി തന്നെ പറയുന്ന ഒരു വാക്കാണല്ലേ. ദൈവപുത്രൻ എന്നും പറയും, സൺ ഓഫ് മാൻ എന്ന് പറയും, സൺ ഓഫ് ഗോഡ് എന്ന് പറയും അല്ലെ. അപ്പൊ സൺ ഓഫ് മാൻ അല്ലെ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യാൽ കൊല്ലപ്പെടുന്നു ഒരവസ്ഥ വന്നിരിക്കുന്നു അല്ലെ. വന്നു, അത് നടക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവം മനുഷ്യന്റെ രൂപത്തിലേക്ക് ഇങ്ങോട്ട് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മൾക്ക് വേണ്ടിയാണ് അല്ലെ. അപ്പം റിസറക്ഷൻ, മരണം എന്നൊക്കെ പറയുമ്പോൾ ദൈവം, നമുക്കറിയാം ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചപ്പോൾ നമുക്ക് വേണ്ടി പാപമായിട്ട് തീർന്നു. ക്രോസ് ഓഫ് കാൽവരിയിൽ അവന്റെ മരണം കൊണ്ട് നമുക്കറിയാം, കൊളോസ്യർക്കെതിരെ ലേഖനത്തിൽ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 2ാമത്തെ ചാപ്റ്ററിൽ, നമ്മളുടെ പാപങ്ങളല്ല അല്ലെ, നമ്മൾക്കെതിരായിട്ടുള്ള സകല റിപ്പോർട്ടിനും ദൈവം ക്രോസ് ഓഫ് കാൽവരിയിൽ നെയിൽ ചെയ്തു അല്ലെ, ആണിയടിച്ചു, അതിനെ ഒന്നുമല്ലാതാക്കി തീർത്തു. അതുതന്നെയല്ല നടന്നത്. പിശാചിനെ, അവനെ പബ്ലിക്കായിട്ട് പരിഹസിക്കുക തന്നെ ചെയ്യും നമ്മുടെ ദൈവം അല്ലെ. അവന്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് നമുക്ക് വിജയം തരുവാണ് ക്രോസ് ഓഫ് കാൽവരിയിൽ ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ മരണം അല്ലെ, നമ്മുടെ പാപത്തെ വാഷ് ചെയ്ത് കളയുക, അത് ഒരു കാര്യം. പിന്നെയും അത് മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത് അല്ലെ. നമ്മള് അവിടെ കൊണ്ട് തീരുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയായിരുന്നു. ഒന്ന് വിചാരിച്ചു നോക്കിയേ, നമുക്ക് നമ്മളുടെ പാപം, എന്താ പറയാ, പാപം പുറത്തു തരുക എന്നുള്ളത് മാത്രമായിരുന്നു കാണണമെങ്കിൽ ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. ദൈവത്തിന്റെ തന്നെ നിയമമാണ് പാപത്തിന്റെ ഫലം മരണമാണെന്നുള്ളത്. ദൈവത്തിന്റെ തന്നെ ഫലമാണ് അല്ലെ. ദൈവത്തിന്റെ തന്നെ നിയമമാണ്. അപ്പൊ ദൈവം നമ്മളെ പൊറുക്കുമ്പോ നമ്മുടെ സകല പാപവും അങ്ങ് തീർന്നു പോവുക ചെയ്യുന്നത്
അല്ലെ? അപ്പോ ദൈവം ഇങ്ങനെ പറഞ്ഞാൽ പോരെ അല്ലെ? അതെ, ഇത് കറക്റ്റാണ്, ഞാൻ തന്നെ വെച്ചതാണ്. പാപത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ മരണമാണ്. കൂലി എന്ന് പറഞ്ഞ്, ഫലമല്ല കൂലി അല്ലെ? കൂലി എന്ന് പറഞ്ഞാല് മരണമാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പുറത്തിരിക്കുന്നു, നിങ്ങള് മരണത്തിന് നിങ്ങൾ പോരെ എന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, വാക്കുകൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ. കാരണം നമ്മുടെ ദൈവം എല്ലാത്തിനും സൃഷ്ടിക്കുന്ന വാക്കുകൊണ്ട് പറഞ്ഞു, ലെറ്റ് ഇറ്റ് ബി എന്ന് പറയുമ്പോൾ അങ്ങനെ വരുവാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോ അങ്ങനെ പറഞ്ഞാൽ പോരെ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അതിലൊരു മർമ്മമുണ്ട് അല്ലെ, ഒരു കാര്യമുണ്ട് അതിന്റെ അകത്ത് അല്ലെ. ദൈവം എന്തുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കൊളോഷ്യക്കെഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററില് 16ന്റെ അകത്ത് ഇങ്ങനെ 16ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാം അവനാലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കാണാൻ പറ്റാതിരിക്കുന്ന കാര്യങ്ങൾ, പ്രിൻസിപ്പാലിറ്റീസും പവേഴ്സും അങ്ങനെയെല്ലാം അവനാലും ബൈ ഹിം, എന്താ പറയുക, ഫോർ ഹിം എന്താ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവിനാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കിങ് ജെയിംസ് വേർഷനിലേക്ക് വരുമ്പോൾ ബൈ ഹിം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ വേർഷൻസിലേക്ക് വരുമ്പോൾ ന്യൂ കിങ് ജെയിംസ് വേർഷൻ അല്ലെങ്കിൽ വേറെ കുറെ വേർഷൻസിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ത്രൂ ഹിം എന്ന് പറഞ്ഞ, അവനിൽ വഴി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവനാലും അവനിൽ വഴിയും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് അവനാലായാലും അവൻ വഴിയാലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവൻ വഴിയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് സൃഷ്ടി എന്താ, ജീവൻ വരുന്നത് ജീവനിൽ നിന്നാണ്. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ജോണിൽ പറഞ്ഞിരിക്കുന്നത് 11ാമത്തെ ചാപ്റ്ററിൽ ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് റിസറക്ഷൻ, ഞാനാണ് ജീവൻ, ഞാനാണ് ഉയർത്തെഴുന്നേൽപ്പ്, ഞാനാണ് ജീവൻ. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുക, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എന്ന് വെച്ചാൽ യേശുവിൽ നിന്ന് മാത്രമേ ജീവൻ വരത്തുള്ളൂ അല്ലെ. നമ്മൾ പാപത്താൽ മരിച്ചു പോയിരുന്ന വ്യക്തികളായിരുന്നു അല്ലെ. എഫേഷ്യക്കകത്ത് എഫേഷ്യൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പാപത്തിൽ മരിച്ച വ്യക്തികൾ. അവിടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ മരണത്തെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ മരണത്തെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ ആത്മാവിന്റെ മരണം അല്ലെ. അപ്പൊ ആത്മാവിന്റെ മരണത്തെ പറ്റി പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ലോകത്തില് പിശാച് മനുഷ്യരെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് നല്ല സൗന്ദര്യം വേണം. ഈ ഫെയർ ആൻഡ് ലവ്ലിയും ഫെയർനെസ് ക്രീമുകളൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരം അല്ലെ, അതിനെ ഒന്ന് വെളുപ്പിക്കുന്നതിന് വേണ്ടിയും അല്ലെ, സ്ലിം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, വണ്ണം കുറയ്ക്കുന്നതിനൊക്കെ ഒരു പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് ശരീരത്തിനാണ് ഭയങ്കര അധികമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അതിനെ ശരീരത്തെ പറ്റിയല്ല എന്താ പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കും. കാരണം ശരീരം പോയേ പറ്റത്തുള്ളൂ. ഈ ശരീരം നശിച്ചു പോകുന്ന കാര്യമാണ്, അത് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്പിരിറ്റും സോളും അല്ലെ. മനുഷ്യൻ ഒരു സ്പിരിറ്റ് ബീങ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രാണനും ആത്മാവും അല്ലെ, ആത്മാവും പ്രാണനും. സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ആത്മാവല്ലേ, സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ. അപ്പൊ നമ്മുടെ ആത്മാവിനും പ്രാണനുമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ ബോഡിക്ക് പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ സ്പിരിറ്റിനാണ്, നമ്മുടെ ആത്മാവിനാണ് ദൈവം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ആത്മാവ് നമ്മുടെ മരിച്ചതായിരുന്നു, നമ്മുടെ പാപം കൊണ്ട് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്ന വ്യക്തിയാണ്. ദൈവം ഹോളിയാണ്, പാപം നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റി കളയുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ മരിച്ചു പോയിരുന്ന വ്യക്തിയാണ്, ആത്മാവ് മരിച്ചു പോയിരുന്ന വ്യക്തികൾ. ജീവൻ എന്നുള്ളത് യേശുക്രിസ്തുവാണ് അല്ലെ. അപ്പം നമ്മളുടെ യേശു ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചു കഴിഞ്ഞപ്പം അല്ലെ, മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞ റോമക്കത്ത് ലേഖനത്തില് 6ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 3-4 വാക്കുകളൊക്കെ, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികള് എന്താ പറഞ്ഞേ, നമ്മൾ എന്നിട്ട് യേശുവിലേക്ക് ബാപ്റ്റിസം എടുക്കുകയും ചെയ്യുന്നവര്, നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ന്യൂനെസ് ഓഫ് ലൈഫിലേക്ക് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പഴയ മരിച്ചതെല്ലാം പോയിട്ട് പുതിയ ജീവനിലേക്ക് വരുന്നത്. കാരണം അവനാണ് ജീവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു പറഞ്ഞ പോലെ തന്നെ ഒരു ഗോതമ്പ് മണി ഈ നിലത്തേക്ക് വീണല്ല, ഒരു സ്ഥലത്തേക്ക് വീണ അത് ചത്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരുപാട് എണ്ണത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കൂ അല്ലെ. ഒരുപാട്
അതുപോലെ ഗോതമ്പ് മണികൾ ഉണ്ടാക്കാൻ പാകത്തുള്ള ചെടികളും ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ മരിച്ചു കഴിഞ്ഞപ്പോ അവനാണ് ജീവൻ അല്ലെ. ഇനി അവന്റെ ജീവനിൽ നിന്ന് അടുത്ത എന്താ പറയുക ഒരുപാട് പേര് ജീവനിലേക്ക് വരുകയോ ചെയ്തു. അവൻ ജീവനാണ്, അവൻ ജീവനിൽ നിന്ന് ജീവനിലേക്ക് വരുകയോ ചെയ്യുന്നു. പിന്നെ ദൈവത്തിന്റെ മരണം എന്ന് പറയുമ്പോ യേശുവിന്റെ മരണം എന്ന് പറയുമ്പോ നമ്മൾ ഈ സാധാരണ മനുഷ്യൻ മരിച്ചു പോയി എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് അങ്ങനെ എടുക്കരുത്. അങ്ങനത്തെ ഒരു മരണമല്ല ശരിക്കും പറഞ്ഞൊരു മരണമല്ല. നമ്മള് എല്ലാവരും വന്ന് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ആ മരണം എന്ന് പറയുമ്പോ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യൻ മരിക്കുന്ന പോലെ നിസ്സഹായനായിട്ടുള്ള മരണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മരണത്തിന്റെ പൊക്കത്തില് നമുക്കൊരു കൺട്രോൾ ഇല്ല. നമ്മുടെ ജീവന്റെ പൊക്കത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് മരിച്ചേ പറ്റത്തുള്ളൂ, അങ്ങനെയാ. പക്ഷെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മരണമല്ല. അങ്ങനെ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്ന മരണമെന്ന് വിചാരിക്കരുത്. ഞാൻ എന്താ പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ജോണിന്റെ അകത്തേക്ക് പോയി യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ ചാപ്റ്ററില് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 18-ാമത്തെ വാക്കൊന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്റെ ജീവനെ കൊടുക്കാനും അതിന് എടുക്കാനുമുള്ള കഴിവുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എന്റെ ജീവനെ ലേ ഡൗൺ ചെയ്യാനും അതിനെ തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവനെ ദൈവത്തിന്റെ കാൽപാദത്തിൽ വെക്കുന്നതിന് വേണ്ടിയും അവിടുന്ന് തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു അധികാരമുണ്ട്. അപ്പൊ യേശുക്രിസ്തു തന്റെ ജീവനെ ദൈവത്തിന്റെ കാൽപാദത്തിലേക്ക് വെച്ചതെന്ന് പറയുന്ന പേരാണ് യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞത് അല്ലെ. അവന്റെ മരണവും അവന്റെ കൺട്രോളിലാണ് ഇരിക്കുന്നത്. മനുഷ്യന്റെ മരണം മനുഷ്യന്റെ കൺട്രോളിലൊന്നുമില്ല. അതുകൊണ്ടാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 23-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 46-ാമത്തെ വാക്ക്, പിതാവേ അങ്ങയുടെ കൈകൾ തൃക്കരങ്ങളിലേക്ക് എന്റെ ജീവൻ ഞാൻ ഇങ്ങ് ഏൽപ്പിക്കുകയാണ്. ഏത് മനുഷ്യന് പറയാൻ പറ്റും എന്റെ ജീവൻ ഞാൻ നിങ്ങൾ ഏൽപ്പിക്കുകയാണ് അല്ലെ. മരണത്തിന്റെ സമയത്ത് ദൈവമേ എന്റെ ജീവൻ ഞാൻ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്, അങ്ങ് ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും മരിക്കാൻ പറ്റുമോ? ഇല്ലേ? അതൊന്നും മനുഷ്യര് സമ്മതിക്കുന്ന കാര്യമല്ല അല്ലേ. യേശുക്രിസ്തു പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു, അവിടെ തന്നെ യേശുക്രിസ്തു വീണ്ടെടുക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ സാധാരണ മനുഷ്യർ മരിച്ച ഒരു മരണമാണ് എന്ന് വിചാരിക്കരുത്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ് അവന്റെ മരണം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലേ. വെറുതെ അല്ല ദൈവത്തിന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ തീരുന്ന കാര്യമേ ഉള്ളൂ. യേശുക്രിസ്തു ആ ഒന്ന് വിചാരിച്ചു നോക്കിയേ, തളർവാദമായിട്ട് കിടന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അദ്ദേഹത്തെ യേശു ഇരുന്ന് വീടിന്റെ ഓടെല്ലാം മാറ്റിയിട്ട് അദ്ദേഹത്തെ താഴേക്ക് ഇറക്കുമ്പോ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകത്തില് പാപത്തെ പുറത്തു തരാന് മനുഷ്യപുത്രന് കഴിവുണ്ട്, ദൈവത്തിന് കഴിവുണ്ട് അല്ലെ, അവകാശമുണ്ട്, അല്ലെങ്കിൽ എന്താ പവറുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പവറുള്ള ദൈവമാണല്ലോ. അപ്പൊ പവർ അനുസരിച്ച് അങ്ങോട്ട് നമ്മളോടൊക്കെ ക്ഷമിച്ചാൽ പോരെ. അപ്പൊ ഇതാണ് പറയാനുള്ളത്, അവന്റെ ജീവൻ വെക്കുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കടുവും ഒരു എന്താ പറയുക ഗോതമ്പ് മണീനെ അത് ആ ഭൂമിയിലേക്ക് ഇടുമ്പോ അതിന്ന് ഒരുപാട് എണ്ണത്തെ സൃഷ്ടിച്ചെടുക്കുന്ന പോലെ അവൻ ജീവനാണ് എന്താ പറയുക ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പൊ അവനിൽ നിന്ന് ഒരുപാട് ജീവിതങ്ങളെ കൊണ്ടുവരിക ചെയ്യുന്നു, ഒരുപാട് ജീവിതങ്ങളെ എന്താ പറയാ ആത്മാക്കളെ പുതിയതായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് ജീവനിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. അവൻ വഴിയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് കൊളോസ്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് 1-ാമത്തെ ചാപ്റ്ററിൽ 16-ാമത്തെ വാക്യം ബൈ ഹിം അല്ലെ, അവൻ വഴി എല്ലാത്തിനും അല്ലെ ത്രൂ ഹിം എല്ലാത്തിനെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അവൻ മരിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ജീവിതം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ കൂടിയാണ് അവന്റെ ജീവൻ താഴെ വെക്കുമ്പോഴാണ് അവന് കൂടെയാണ് നമുക്ക് ജീവിതം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രോസ് ഓഫ് കാൽവറി മരിച്ചപ്പോ നടന്നത് നമ്മുടെ പാപത്തെ വാഷ് ചെയ്ത് കളയുമെന്ന് തന്നെയല്ല, നമ്മുടെ ജനനവും കൂടെയാണ് നടന്നിരിക്കുന്നത് അല്ലെ. അതാണല്ലോ നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പുതിയതിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം 1-ാമത്തെ കൊരിന്ത്യർക്ക് ഇങ്ങനെ എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവവുമായിട്ട് യുണൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക്, ഒന്നായിരിക്കുന്ന ആൾക്ക് ദൈവമായിട്ട് ഒരു സ്പിരിറ്റ് ആണ്. ഒരു കാലത്ത് സ്പിരിറ്റ് ഒന്നും ഒക്കെ ചത്തുപോയിരുന്ന ആൾക്കാര് ഇന്ന് പുതിയ സ്പിരിറ്റ് അല്ല ദൈവം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചു വെച്ചിട്ട് അല്ലെ നമ്മളെ ദൈവവുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുക. ഒരു കാലത്ത് ദൈവത്തിൽ നിന്നൊക്കെ ഒരുപാട് അകലത്തിലായിരുന്ന വ്യക്തികളെ, പാതാളത്തിൽ പോകേണ്ട വ്യക്തികളെ ഇന്ന് ദൈവമായിട്ട് ഒരു എന്താ പറയണേ ജീവനിലേക്ക് ഒരു യുണൈറ്റഡ് ആയിട്ട് ഒന്നാക്കി വെച്ചിരിക്കുക ചെയ്യും. അപ്പൊ അതുവഴി അതാണ് സംഭവിച്ചത്. യേശുവിന്റെ ക്രോസിലെ മരണം കാരണം സംഭവിച്ചത് അല്ലെ. പാപത്തെ പുറത്തു അത് ഒരു കാര്യം അല്ലെ, പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. അവന്റെ മരണം റിസറക്ഷൻ കൊണ്ട് അവന്റെ ഉയർത്തെഴുന്നേൽപ്പും കൊണ്ട് വന്നിരിക്കുന്നത് പുതിയ ജീവിതമാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത് അല്ലെ. അപ്പം
ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെ, ചിലപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയാകുമ്പം ആം, ഇത് ആം, ഈ നേരത്തെ പറഞ്ഞല്ലോ, കൊളോഷ്യക്കകത്ത് ലേഖനം പറഞ്ഞല്ലോ, എല്ലാം അവൻ വഴിയാണ് വന്നിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പം എല്ലാം എന്ന് പറയുന്നത് ഇതിപ്പോ സാൽവേഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാരെ പറ്റി മാത്രമാണോ വന്നിരിക്കുന്നത് എന്നുള്ള ഡൗട്ട് വരും. സാൽവേഷൻ ഇല്ലാത്ത ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതിരിക്കുന്ന ആൾക്കാരെ പറ്റി. അപ്പൊ അവര് വന്നിരിക്കുന്നത് അവരുടെ ജനനം, അവരുണ്ടായിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ അവരെന്ന് പറയുമ്പോൾ നമ്മളും യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ അവരെപ്പോലെ തന്നെയായിരുന്നു. അവരുടെ ജനനം എങ്ങനെയാണ് അല്ലെ, അവരെങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതിന്റെ വഴിയെ പറ്റിയാണ്. അപ്പൊ അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ നമ്മള് വെളിപാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 13-ാമത്തെ ചാപ്റ്ററിന്റെ 8-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. അതിനെ നമസ്കരിക്കുന്ന പിശാചിന്റെ കാര്യത്തെപ്പറ്റി, പിശാചൻ നമസ്കരിക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പോ സ്ഥാപനം മുതൽ അല്ലെ, അല്ലെങ്കിൽ ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ ചില വെർഷൻസ് ഒക്കെ പറയുന്ന ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് അല്ലെ, ലോകത്തിന്റെ ആരംഭത്തിനൊക്കെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ലോകത്തിന്റെ ആരംഭത്തിൽ തൊട്ട് തന്നെ, അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ. അപ്പോ അല്ലെങ്കിൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് തന്നെ വിചാരിച്ചു. അപ്പോ ലോകസ്ഥാപനത്തിൽ മുതൽ തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യേശുക്രിസ്തു അല്ലെ. അപ്പോ ഇവിടെ ക്രോസ് ഓഫ് കാൽവരിയില് അറുക്കപ്പെട്ടത് എന്ന് പറയുന്നത്, അത് ഒരു കാര്യം മനസ്സിലാക്കുക. പത്രോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് വേണ്ടി യേശുക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്തത് ഇപ്പോഴാണ് അല്ലെ, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അതിനു മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ അറുക്കപ്പെട്ടവനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പിരിച്വൽ ലംസിലൊക്കെ എന്താ പറയുന്നത്, ഇത് നടന്നു കഴിഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഒന്ന് ഓർത്ത് നോക്കി, എഫേസ്യക്കകത്തെ ലേഖനത്തിലെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 4-ാമത്തെ വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ദൈവത്തിനു വേണ്ടി തെരഞ്ഞെടുത്തതാണ് അല്ലെ, അവന്റേതാക്കിയതാണ് നമ്മളെ. എപ്പോഴാം? ലോകസ്ഥാപനത്തിന് മുമ്പേ, ഫൗണ്ടേഷൻ ഓഫ് വേൾഡ് അല്ലെ. ഇതിനൊക്കെ എത്രയോ മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നവരായിരുന്നു അല്ലെ. ദൈവം നമ്മളെ കണ്ടതാണ് നമ്മളെ അല്ലെ. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി വന്ന് ഈ നാച്ചുറൽ ഫോം, നമ്മുടെ ശരീരമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത് ഇത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അതിനൊക്കെ മുമ്പേ നമ്മൾ ഉള്ളവരാണ്. ആടത്തെ ദൈവം സൃഷ്ടിച്ചത്, ആടത്തെ മണ്ണിൽ നിന്നും ഉണ്ടാക്കിയിട്ട് മൂക്കിലേക്ക് ഊതിയ സമയത്തൊന്നും അല്ല ആടൊന്നും ജനിച്ചത്. അപ്പൊ ആടം മനുഷ്യനായിട്ട് ജനിച്ച ആ സമയത്താണ്. പക്ഷെ അതിനൊക്കെ മുമ്പേ ആടമുണ്ട് അല്ലെ. സ്പിരിച്വൽ റിലംസില്, സ്പിരിച്വൽ വേൾഡില്, എന്താ പറയുക, ആത്മീയ മണ്ഡലത്തിൽ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ദൈവത്തിൽ ഉണ്ട്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത് കൊളോസ്യർക്കെഴുതിയ ലേഖനത്തില് 1-ാമത്തെ ചാപ്റ്റർ തന്നെ 17-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, എല്ലാം അവനിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിൽ അല്ലെ. യേശുക്രിസ്തുവിലായിരുന്നു ഇങ്ങനെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞ, അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവ, അവൻ സകലത്തിന് ആധാരമായിരിക്കുന്നു. അപ്പൊ എല്ലാത്തിന്റെ ആധാരം അവനാണ് അല്ലെ, എല്ലാത്തിന്റെ ഒറിജിൻ അവനാണ്, എല്ലാം അവനിൽ തന്നെയാണ് ഉള്ളത് അല്ലെ. ഇങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്ന അവനിലാണ്. ചില വേർഷൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് അവനിലാണ് അല്ലെ, എല്ലാം കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന അവൻ വഴിയാണെന്നും ചില വേർഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെന്ന് വിചാരിച്ചു, എല്ലാത്തിന്റെ ആധാരം അവൻ എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ ഒറിജിൻ ആണ്, എല്ലാം അവനിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 13-ൽ പറഞ്ഞിരിക്കുന്ന പോലെ, 8-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അതിനു മുമ്പേ, ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ, സകല സൃഷ്ടിയും സ്പിരിച്വൽ റിലംസിൽ നടന്നത് യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ടല്ല അല്ലെ. അതിനു മുമ്പേ, ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞ്, സ്പിരിച്വൽ റിലംസിൽ അവൻ അറുക്കപ്പെട്ടവനായിരുന്നു, കുഞ്ഞാട് അല്ലെ. യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ കുഞ്ഞാടെങ്കിൽ ആ കുഞ്ഞാട് അറുക്കപ്പെട്ടവനാണ്. അവന്റെ ആ അറുക്കപ്പെട്ടത് വഴിയാണ്, അവന്റെ ആ മരണം കൊണ്ടാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഗോതമ്പ് മണി വീണ് ചാകുമ്പോൾ അതിൽ നിന്ന് പല ഗോതമ്പ് മണികൾ സൃഷ്ടിക്കപ്പെടുന്ന പോലെ, പല ചെടികൾ, ആ ചെടികളിൽ നിന്ന് പല ഗോതമ്പ് മണികൾ സൃഷ്ടിക്കപ്പെടുന്നത് പോലെ തന്നെ, ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ അവൻ അറുക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നാണ് സകല വ്യക്തികളും ജീവനിലേക്ക് വന്നെന്ന് ചുരുക്കം അല്ലെ. അവൻ വഴിയേ സകലത്തിനും, അവനാണ് എല്ലാത്തിന്റെ ഒറിജിൻ. അതാണ് നമ്മൾ കൊളോസ്യർ ലേഖനത്തിൽ വായിച്ചു 1-ാമത്തെ ചാപ്റ്ററിന്റെ 17 വായിച്ചു, അവനാണ് എല്ലാത്തിന്റെ ഒറിജിൻ, അവനിൽ നിന്നാണ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയാകുമ്പം സകല വ്യക്തികളും ഈ ലോകത്തിൽ കാണുന്നതും, ഇന്ന് യേശുവിലാകാതിരിക്കുന്ന വ്യക്തികളും, നേരത്തെ ജീവിച്ചിരുന്നതും അങ്ങനെ സകല ഇനി വരാൻ പോകുന്നതും എല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന അവനിലാണ്
അല്ലെ. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാരും വീണുപോയി. അതാണ് കാര്യം അല്ലെ. നമുക്കറിയാം ദൈവം തന്നെ പറഞ്ഞു ഒരാൾ പോലും പാപം ചെയ്യാത്ത വ്യക്തി ഉണ്ടായിരുന്നില്ല, എല്ലാവരും വീണുപോയി അല്ലെ. ആടത്തിന്റെ DNA ആയിട്ടാ വന്നത്, ആടത്തിന്റെ പാപം ചെയ്യാനുള്ള ആ കഴിവായിട്ടാ വന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ വകയായിട്ടുള്ള പാവങ്ങളൊക്കെ ചെയ്തു കൂട്ടി കഴിഞ്ഞപ്പോ എല്ലാരും വീണു പോയ വ്യക്തികളായിരുന്നു അല്ലെ. അപ്പൊ അവിടെ വീണു പോയ വ്യക്തികളെ തിരിച്ച് അവനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാര്യമാണ് ക്രോസ് ഓഫ് കാൽവരിയിൽ വെച്ച് നടന്നത് അല്ലെ. എങ്ങനെയെന്ന് പറഞ്ഞാലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവൻ വഴിയാണെങ്കിലും ഇപ്പോൾ തിരിച്ച് അവനിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളത് ആണെങ്കിലും അവന്റെ മരണം കൊണ്ടേ സാധിക്കും അല്ലെ. അതുകൊണ്ടാണ് ദൈവം വെറുതെ എന്താ പറയുക, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ ആ പാപത്തെ അങ്ങ് പറഞ്ഞു പുറത്തു വിടാതെ തന്റെ മകനെ ബലി കൊടുത്തതിന്റെ കാര്യം. അവൻ ബലി കൊടുക്കുന്നതിൽ നിന്നാണ്, അവനിൽ നിന്നാണ് നമുക്ക് ഉത്ഭവിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെ. ആദ്യം അവനിൽ നിന്നാണ് നമ്മൾ ഉത്ഭവിച്ചത്, സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനിൽ നിന്ന് ആയതുകൊണ്ട് പാപം വഴി നമ്മൾ അവനിൽ നിന്ന് പോയതാണ് അല്ലെ. തിരിച്ച് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് ക്രോസ് ഓഫ് കാൽവരിയിൽ. അപ്പൊ വിചാരിക്കും ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ യേശുവിലല്ല, യേശു ഒക്കെ യേശു ജനിച്ച് മരിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള ആൾക്കാരുടെ കാര്യം എന്താണ് എന്ന് വിചാരിക്കും അല്ലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എബ്രഹാം, എന്താ അല്ലെങ്കിൽ അതുപോലെ ആ ഒരു സമയത്ത് ജീവിച്ചിരുന്ന വ്യക്തികളല്ലേ, യേശുവിന് മുമ്പേ ഉണ്ടായിരുന്ന വ്യക്തികളുടെ കാര്യത്തെ പറ്റി. അപ്പൊ വിശ്വസിക്കുന്ന യേശു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, എബ്രഹാം, ഡേവിഡും ഐസയും അങ്ങനെ ആൾക്കാരൊക്കെ, അവരൊക്കെ യേശുവിന് മുമ്പ് ജനിച്ചിരുന്ന വ്യക്തികളല്ലേ. അപ്പൊ അവരുടെയൊക്കെ കാര്യം എങ്ങനെയാണ്, അപ്പൊ അവരുടെ ജീവിതത്തിന്റെ കാര്യം എങ്ങനെ, അവരെങ്ങനെയാണ് ബോൺ അഗൈൻ ആയത്, അല്ല അവരെങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോ നമുക്കറിയാം, നമ്മള് റോമക്കെഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ അവിടെ 25-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം 3-ാമത്തെ ചാപ്റ്ററിന്റെ 25-ാമത്തെ വാക്കില്, മലയാളം ബൈബിളിൽ അത് കൃത്യമായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ, 25-ാമത്തെ വാക്കാണ് റോമറിന്റെ 3:25, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ അല്ലെ. യേശു ക്രിസ്തു നമ്മൾ ഇതെന്താ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, യേശുവിന് മുമ്പ് ആൾക്കാർ ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ കൂടി യേശുവിന്റെ മരണം വഴി പിതാവ് അത് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അല്ലെ. എബ്രഹാമിന് പാപമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എബ്രഹാമിന് പാപമുണ്ടായിരുന്നു അല്ലെ. ഐസക്കിനും പാപമുണ്ടായിരുന്നു, ജേക്കബിനും പാപമുണ്ടായിരുന്നു, അങ്ങനെ വരുന്ന എല്ലാവർക്കും പാപമുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ അവരുടെ ആ പാപവും കൂടെ ദൈവം പുറത്തു നിന്ന് എങ്ങനെയാന്ന് കൊടുത്തത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു വഴിയാണ് പുറത്ത് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ 25-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് മുമ്പ് പാപം ചെയ്തവരുടെയും പാപം കൂടെ ദൈവം പുറത്തു കൊടുത്തിരിക്കുന്ന യേശു വഴിയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ഒരൊറ്റ മാർഗമേ ദൈവം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ചുരുക്കം അല്ലെ. തന്നിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ പാപം പൊറുക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യമേ ദൈവം ചെയ്യുന്നുള്ളൂ, തന്റെ പുത്രൻ വഴി മാത്രമേ ദൈവം ചെയ്യുന്നുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഈ പുത്രനെ പറ്റി, യേശുക്രിസ്തുവിനെ പറ്റി മിക്കവാറും ആൾക്കാർക്ക് അറിയാം. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളോട് ദൈവം റിവീൽ ചെയ്തിട്ടുണ്ട്, ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഈനോക്ക് 7 തലമുറയ്ക്ക്, ആദം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോ 7-ാമത്തെ തലമുറയാണല്ലോ ഈനോക്ക് എന്ന് പറയുമ്പോ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് യൂദായിലല്ല, ജൂഡിന്റെ അകത്ത് 1-ാമത്തെ ചാപ്റ്ററിൽ, അതിന് ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ, 14-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആ ഈനോക്കിന് യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു അല്ലെ. എബ്രഹാമിന് യേശുക്രിസ്തുവിനെ പറ്റി അറിയാമെന്ന്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, എബ്രഹാമിന് അറിയാമെന്ന് പറഞ്ഞാൽ ഐസക്കിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി അല്ലെ. ഐസക്കിനെ ദൈവം എബ്രഹാം വഴി കൊല്ലുകയാണെങ്കിൽ പോലും ഐസക്കിന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള കഴിവ് ദൈവത്തിനുണ്ടെന്നുള്ള കാര്യം എബ്രഹാമിന് അറിയാമായിരുന്നു. മോസസിന് അറിയാവുന്ന യേശുക്രിസ്തുവിനെ പറ്റി ഡേവിഡ് സാംസ് വരെ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളോട് ദൈവം അത് ഓൾറെഡി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യമാണ് യേശുക്രിസ്തുവിനെ പറ്റി അല്ലെ. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ പാപം ദൈവം പുറത്തു കൊടുത്തത് യേശുക്രിസ്തുവിന്റെ ക്രൂസിലെ മരണം വഴിയാണ്. അപ്പൊ നമ്മുടെ പാപം പുറത്തു എന്നുള്ളത് ഒരു കാര്യം, പക്ഷെ അവന്റെ മരണം അനിവാര്യമാണ് അല്ലെ. നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവന്റെ മരണം അനിവാര്യമായിരുന്നു നമ്മളെ ആദ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി. നമ്മൾ വീണൊക്കെ പോകുന്നതിന് മുമ്പ്
നമ്മളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവന്റെ മരണം അനിവാര്യമായിരുന്നു. നമ്മൾ അവനിലായിരുന്നു അല്ലെ. നമ്മൾ ഈ സമയത്ത് ഇപ്പൊ ഈ ഇന്ത്യയിൽ വന്ന് ജനിച്ചു എന്നുള്ളത് വാസ്തവം. പക്ഷെ അതിനൊക്കെ ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പ് നമ്മളുള്ള വ്യക്തികളാണ്. നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. നമ്മളിപ്പോ ജനിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അല്ല ആദ്യമായിട്ട് വന്നത്. നമ്മൾ അതിനൊക്കെ മുമ്പേ ഉള്ളവരാണ്. നമ്മള് ദൈവത്തിലായിരുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവന്റെ മരണവും അവന്റെ ഉയിർത്തെഴുന്നേൽപ്പും വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അതാണ് ഇമ്പോർട്ടൻസ്. ദൈവത്തിന്റെ യേശുവിന്റെ മരണത്തിന്റെയും ദൈവത്തിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെയും ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത് ഉയിർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് അപ്പം ഉണ്ടാക്കി ചിക്കൻ കറിയും വെച്ച് ചിക്കൻ സ്റ്റൂവും വെച്ച് കഴിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമല്ല. ദൈവത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ദൈവം എന്താണ് ചെയ്തു തന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് ചുരുക്കം അല്ലേ. അപ്പൊ നമ്മള് ദൈവത്തെ മനസ്സിലാക്കുക അല്ലെ. നമുക്ക് വേണ്ടി എന്താണ് അവൻ ചെയ്തു തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുക. അവന് വാഴ്ത്തുക. നമ്മളുടെ ജീവിതം അതിനു വേണ്ടി ഉള്ളൊരു ജീവിതമായിരിക്കട്ടെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. നന്ദി പിതാവേ. വർഷിപ്പ് യു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ പോലെ ദൈവമില്ല കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു മാസ്റ്റർ ഫാദർ ഗാഡ്. അങ്ങയുടെ മരണത്തെപ്പറ്റി റിസറക്ഷനെ പറ്റി ഞങ്ങൾ റിമെമ്പർ ചെയ്യുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അങ്ങ് സഹിച്ചിരിക്കുന്ന കർത്താവ്. അങ്ങ് വഴിയെ ഞങ്ങള് ജീവനേക്ക് വന്നിരിക്കുന്നത് കർത്താവ്. ഞങ്ങളെ സൃഷ്ടിച്ച് തന്നെ അങ്ങ് വഴിയെ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. എന്നും ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ്. അങ്ങനെ ഒരിക്കൽ പോലും വിട്ടുപോകാതെ കർത്താവ് അങ്ങനെ തന്നെ ആയിരിക്കാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. മനസ്സൊരിക്കൽ ചലനപ്പെട്ടു പോകാതെ ഹൃദയം അങ്ങനെ ഒരിക്കൽ പോലും പോകാതിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ജീസസ്. മാസ്റ്റർ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോട്ട് പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ. ഇന്ന് കേട്ട ദൈവത്തിനകത്ത് മാത്രം.